ഇസ്രായേൽ അധിനിവേശ സേന ഫലസ്തീനികളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിക്കുമ്പോൾ ഇസ്രായേലിന് കൂടുതൽ ഇന്ധനം പകർന്ന് അമേരിക്ക. ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 2,50,000 ഫലസ്തീനികളെയാണ് ഗസ മുനമ്പിൽ നിന്നും നിർബന്ധിതമായി ഇസ്രായേൽ സേന കുടിയൊഴിപ്പിച്ചത്. കടുത്ത വേനൽ ചൂട് സഹിച്ചാണ് ഫലസ്തീനികൾ എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്നവർ കൂട്ടത്തോടെ കൊഴിഞ്ഞു പോകുമ്പോഴും അഭയാർത്ഥി ക്യാമ്പിന് നേരെയും ഇസ്രായേൽ ബോംബ് വർഷം തുടരുകയാണ്. ഫലസ്തീനികളുടെ കൂട്ടക്കൊലയും കുടിയൊഴിപ്പിക്കലും ഗുരുതരമായ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണെന്ന് UN ഏജൻസി നിരന്തരം ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട്. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അമേരിക്ക ഇപ്പോഴും ഇസ്രായേലിന് ഓശാന പാടുകയാണ്. ഗസയിലെ നരഹത്യ 322 ദിവസമായി തുടരുമ്പോഴും ഇസ്രായേലിന് ആയുധം നൽകുന്നത് തുടരുമെന്ന് ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ് പ്രസ്താവിച്ചിരിക്കുകയാണ്. ഷിക്കാഗോയിൽ നടന്ന ഡെമോക്രാറ്റിക് നാഷണൽ കൺവെൻഷനിലായിരുന്നു ഈ പ്രഖ്യാപനം. President Biden and I are working around the clock because now is the time to get a hostage deal and a ceasefire deal done. And let me be clear. I will always stand up for Israel's right to defend itself. And I will always ensure Israel has the ability to defend itself, because the people of Israel must never again face the horror that a terrorist organization called Hamas caused on October 7th. ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തിനു വേണ്ടി ഞാൻ എപ്പോഴും നിലകൊള്ളും. സ്വയം പ്രതിരോധിക്കാനുള്ള കഴിവ് ഇസ്രായേലിനുണ്ടെന്ന് ഞാൻ എപ്പോഴും ഉറപ്പാക്കും. കാരണം ഒക്ടോബർ 7-ന് ഹമാസ് എന്ന ഭീകര സംഘടന നടത്തിയ ഭീകരാക്രമണം ഇനിയൊരിക്കലും ഇസ്രായേൽ ജനത അഭിമുഖീകരിക്കരുത് എന്നായിരുന്നു കമല ഹാരിസിന്റെ പ്രസ്താവന. ഒരു ഭാഗത്ത് ഗസയിൽ വെടിനിർത്തലിനായി US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ലോകം മുഴുവൻ കറങ്ങി ചർച്ച നടത്തുമ്പോഴാണ് കമല ഹാരിസിന്റെ ഈ പ്രസ്താവന. ഗസ വിഷയത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പ് ഒന്നുകൂടി വ്യക്തമായിരിക്കുകയാണ്. നവംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായ ഡൊണാൾഡ് ട്രംപിനെ തോൽപ്പിച്ചാൽ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധത്തിൽ താൻ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കുകയായിരുന്നു കമല. ഫലസ്തീനികൾക്ക് എന്ത് സംഭവിച്ചാലും ഇസ്രായേലിന്റെ സംരക്ഷണമാണ് അമേരിക്ക ലക്ഷ്യമാക്കുന്നത്. ഒപ്പം ഫലസ്തീന് വേണ്ടി മുതലക്കണ്ണീരൊഴുക്കാനും കമല ഹാരിസ് മറന്നില്ല. ഗസയിൽ കഴിഞ്ഞ 10 മാസമായി വിനാശകരമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നതെന്നും കമല ഹാരിസ് പറഞ്ഞു. നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെട്ടു. പട്ടിണി കിടക്കുന്ന മനുഷ്യർ സുരക്ഷ തേടി വീണ്ടും വീണ്ടും പലായനം ചെയ്യുന്നു. അവരുടെ കഷ്ടപ്പാടുകൾ ഹൃദയഭേദകമാണെന്നും കമല ഹാരിസ് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞതോടെ അമേരിക്കയുടെ കുറുക്കൻ നയം വ്യക്തമായിരിക്കുകയാണ്.